ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്ക് ഇന്നൊരു സ്ട്രെയിറ്റ് പാനിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ കൂടെ നമുക്കൊരു പോക്കറ്റും കൂടി സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നൈറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ക്ലോത്ത് ഇതേപോലെ നിവർത്തിയിടുക. അതിന് ശേഷം നമ്മുടെ സൈഡിലേക്ക് ഓപ്പണിംഗ് വരുന്ന വിധത്തിൽ ഇതേപോലെ ഒന്ന് മടക്കിയിടുക. പാൻറ്റിൻ്റെ രണ്ട് സൈഡിലും കട്ടിങ് വരുന്ന വിധത്തിലാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. അടുത്തതായി നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമുക്ക് എത്രയാണോ കറക്റ്റ് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് എലാസ്റ്റിക്കിനും പിന്നെ ബാക്ക് പാർട്ട് നമ്മൾ 2.5 ഇഞ്ച് കയറ്റിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി 2.5 ഇഞ്ച് എക്സ്ട്രാ വേണം. പിന്നെ താഴെ മടക്കിയടിക്കാനും ഞാൻ 2 ഇഞ്ചാണ് എടുക്കുന്നത്. അങ്ങനെ അത് മൊത്തം കൂട്ടിയിട്ടുള്ള ലെങ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കാം. നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. അങ്ങനെ ഞാനിത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടുകയും നമ്മൾ കറക്റ്റ് അളവ്, അതായത് ഞാൻ പറഞ്ഞ ഇത്രയും മെഷർമെൻറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടുക. അതിനുശേഷം ഞാൻ ഒന്നും കൂടി നമ്മുടെ ലെങ്ത്ത് ചെക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ ഫുൾ ലെങ്ത്ത് 37 ഇഞ്ച്, 2 ഇഞ്ച് എലാസ്റ്റിക്കിന്, 2.5 ഇഞ്ച് ബാക്കിന്, താഴെ മടിക്കടിക്കാൻ 2 ഇഞ്ച്, അങ്ങനെ എനിക്ക് 43.5 ഇഞ്ചാണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് 2.5 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ലൈൻ ഒന്ന് നീട്ടി വരയ്ക്കുക. ഇത് നമ്മുടെ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടാണ് 2.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത്. പക്ഷേ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് വെച്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വേസ്റ്റിൻ്റെ മാർക്ക് അടയാളപ്പെടുത്തുക. എനിക്കിവിടെ 11.5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ മാർക്ക് കിട്ടിയത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ പാൻറ് ഇടുന്നത് അവിടുത്തെ മെഷർമെൻറ്റ് റൗണ്ടിലെടുക്കുക. അതിൻ്റെ കൂടെ 8 ഇഞ്ച് ലൂസും കൂട്ടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പവും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്താൽ മതിയാവും. നെക്സ്റ്റ് നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴെയായിട്ട് എലാസ്റ്റിക്കിന് വേണ്ടി നമുക്ക് 2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. അതും ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. 11.5. അതൊന്ന് ഇവിടെയും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ക്രോച്ചിൻ്റെ ലെങ്ത്തായിട്ട് ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഒരു സ്മോൾ മീഡിയം സൈസിന് ഒരു 12-13 മതിയാവും. അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ആ ലൈനും നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. നമ്മുടെ ആ വേസ്റ്റിൻ്റെ പോയിൻ്റ് ഈ ക്രോച്ചുമായിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. നെക്സ്റ്റ് ക്രോച്ചിൻ്റെ അവിടെ ഷേപ്പ് ചെയ്യാനായി നമുക്കൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒന്ന് കേർവ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ പോയിൻ്റ് കഴിഞ്ഞ് നമുക്ക് ഫുൾ ലെങ്ത്ത് കറക്റ്റ് മെഷർമെൻറ്റ് അതൊന്ന് മാർക്ക് ചെയ്യുക. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ വരക്കുക. അതിന് ശേഷം താഴെ മടക്കിയടിക്കാനുള്ള 2 ഇഞ്ചും മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് പാൻറ്റിൻ്റെ താഴെയുള്ളൊരു വീതി അതൊന്ന് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യുകയാണ്. പിന്നെ 1/2 ഇഞ്ച് നമ്മൾ സൈഡ് അടിക്കാനും കൂടി പോവും. 2 ഭാഗത്ത് ഓപ്പൺ ആയിട്ടാണല്ലോ പാൻറ്റ് വരുന്നത്. അപ്പോൾ അതും കൂടി കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ പാൻറ്റിൻ്റെ വീതി മെഷർ ചെയ്യാൻ. അതായത് നമ്മൾ പാൻറ്റിൻ്റെ കാലിൻ്റെ താഴെ ഭാഗത്ത് ടാപ്പ് വെച്ചിട്ട് അളന്നിട്ട് അതിൻ്റെ പകുതി കാണാൻ അതിൻ്റെ കൂടെ 1 ഇഞ്ചും 1/2 ഇഞ്ചും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമ്മൾ മടക്കിയടിക്കുമ്പോൾ അവിടെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടൂ, അല്ലെങ്കിൽ കുറച്ച് കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതായി നമുക്ക് ക്രോച്ചിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമ്മുടെ പാൻറ്റിൻ്റെ താഴത്തെ വീതിയിലേക്ക് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് വരക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ടാപ്പ് വെച്ചിട്ടോ സ്കെയിൽ വെച്ചിട്ടോ ആ ലൈൻസ് തമ്മിലൊന്ന് യോജിപ്പിച്ച് ഇതേപോലെ വരച്ചെടുക്കുക. അപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് പാൻറ്റിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ട് വരച്ചെടുക്കണം. ഇത് ബാക്ക് പീസാണ് പാൻറ്റിൻ്റേത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തത്. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇതിലേ കൂടിയാണ് ചെയ്യേണ്ടത്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കിങ്ങെല്ലാം കംപ്ലീറ്റ് ആയി. നമുക്കിനി പാൻറ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്താൽ മതിയാവും. ഈ ഭാഗത്തുമ്പോൾ ഇതേപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ പീസുകളിൽ ഏറ്റവും താഴെയുള്ള 2 പീസ് നമുക്ക് ബാക്കിനായിട്ട് മാറ്റി വെക്കാം. മാർക്കിംഗ് ഉള്ളത് ഫ്രണ്ടിനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിൻ്റെ 2 പീസ് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ടിൻ്റെ 2 പീസുകൾ ഒരുമിച്ച് ഇതേപോലെ വെച്ച് നമ്മൾ ബാക്കിന് വേണ്ടിയിട്ട് ക്രോസായി കട്ട് ചെയ്ത ആ ഭാഗം ഒന്ന് നീക്കിക്കളയുക.
ഫ്രണ്ടിൽ നമുക്ക് എലാസ്റ്റിക്കിനുള്ളത് മാത്രമേ വേണ്ടൂ. അടുത്തതായി നമുക്ക് പോക്കറ്റ് അടിക്കാൻ വേണ്ടി ഒരു സ്ക്വയർ പീസ് ഇതേപോലെ എടുക്കുക. അതിനുശേഷം രണ്ടായി മടക്കി അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് രണ്ടായി മടക്കുമ്പോൾ 12 ഇഞ്ച് ലെങ്ത്തും 7 ഇഞ്ച് വിഡ്ത്തുമാണ്. ഇനി ക്ലോത്തിൻ്റെ ഓപ്പണിംഗ് സൈഡിൽ നിന്ന് 2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പോക്കറ്റിനൊരു ഷേപ്പ് നൽകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.